നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസിന്റെ ഡിമാൻഡ് 13 സീറ്റുകളെങ്കിലും ലഭിക്കണമെന്ന് ജോസ് കെ മാണി. UDF പ്രവേശം തുറക്കാത്ത അധ്യായമെന്നും ചെയർമാൻ. KM മാണി തെളിയിച്ച പാതയിലൂടെയാണ് തങ്ങൾ പോകുന്നതെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. കേരള കോൺഗ്രസ് ഇടതുമുന്നണിയുടെ അവിഭാജ്യ ഘടകമെന്ന് അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ MLA. സഹകരണ നിക്ഷേപ യജ്ഞത്തിന് തുടക്കം. 400-ലധികം ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്ന നിലയിലേക്ക് കേരളത്തിലെ സഹകരണ മേഖല വളർന്നെന്ന് മന്ത്രി VN വാസവൻ. UDF ഐക്യത്തോടെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്ന് മോൻസ് ജോസഫ് MLA. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കേരള കോൺഗ്രസിന്റെ തോൽവി തുടക്കം മാത്രം. വാർത്തകൾ വിശദമായി. UDF പ്രവേശം തുറക്കാത്ത അധ്യായമാണെന്ന് ചെയർമാൻ ജോസ് കെ മാണി. ഇനി ആരെങ്കിലും പുസ്തകം തുറന്നാൽ അവർ അടച്ചോളുമെന്നും ജോസ് കെ മാണി വ്യക്തമാക്കി. കേരള കോൺഗ്രസ് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴാണ് ജോസ് കെ മാണി കോട്ടയത്ത് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. കേരള കോൺഗ്രസും ഇടതുമുന്നണി വിട്ടേക്കുമെന്ന അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്നതിനിടെ കേരള കോൺഗ്രസും സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം കോട്ടയത്ത് ചേർന്നു. UDF നേതൃത്വവുമായി ജോസ് കെ മാണി ചർച്ച നടത്തിയെന്ന വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് സ്റ്റിയറിംഗ് കമ്മിറ്റി ചേർന്നത്. UDF പ്രവേശം തുറക്കാത്ത അധ്യായമാണെന്ന് ചെയർമാൻ ജോസ് കെ മാണി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കാനെത്തിയപ്പോഴായിരുന്നു ജോസ് കെ മാണിയുടെ പ്രതികരണം. മുന്നണി മാറ്റം ഒരിക്കലും തുറക്കാത്ത പുസ്തകമാണെന്നും ജോസ് കെ മാണി പറഞ്ഞു. ഇനി ആരെങ്കിലും പുസ്തകം തുറന്നാൽ അവർ അടച്ചോളുമെന്നും ജോസ് കെ മാണി വ്യക്തമാക്കി. അത് ഒരിക്കലും തുറക്കാത്ത ഒരു അധ്യായമല്ലേ, ഒരിക്കലും തുറക്കാത്ത ഒരു പുസ്തകമല്ലേ. അതുകൊണ്ട് അതിനെ കുറിച്ച് എന്തിനാ ചർച്ച ചെയ്യുന്നത്? ആരെങ്കിലും ആ പുസ്തകം തുറന്നിട്ടുണ്ടെങ്കിൽ അത് വായിച്ചിട്ട് അടച്ചോടും. MLA-മാരായ മന്ത്രി റോഷി അഗസ്റ്റിൻ, ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജ്, അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ, അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ, പ്രമോദ് നാരായണൻ എന്നിവർക്കൊപ്പമാണ് സ്റ്റിയറിംഗ് കമ്മിറ്റിക്ക് ചെയർമാൻ ജോസ് കെ മാണി എത്തിയത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുറഞ്ഞത് 13 സീറ്റുകളെങ്കിലും കിട്ടണമെന്ന് കേരള കോൺഗ്രസ് ചെയർമാൻ ജോസ് കെ മാണി ആവശ്യപ്പെട്ടു. കൂടുതൽ സീറ്റുകൾ ലഭിക്കുമോ എന്ന് ചർച്ച ചെയ്യും. മധ്യ കേരള ജാഥ നയിക്കാൻ താൻ ഉണ്ടാകുമെന്നും സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിന് ശേഷം ജോസ് കെ മാണി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. UDF ജനവിശ്വാസം ആർജിച്ച് ഉജ്ജ്വല വിജയം നേടുമെന്ന് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നേതാവ് മോൻസ് ജോസഫ് MLA. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് എമ്മിന് നേരിട്ട തിരിച്ചടി തുടക്കം മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു. UDF ഐക്യത്തോടെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്ന് മോൻസ് ജോസഫ് MLA പറഞ്ഞു. നിലവിലെ സർക്കാരിന്റെ ദുർഭരണത്തിന് ജനങ്ങൾ വോട്ടിലൂടെ മറുപടി നൽകുമെന്ന് അദ്ദേഹം പറഞ്ഞു. വാഴിച്ചവർ തന്നെ വീഴ്ത്തും. LDF ഭരണത്തോടുള്ള ജനങ്ങളുടെ പ്രതിഷേധം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. സ്വന്തം ശക്തിയെക്കുറിച്ച് ഉത്തമ ബോധ്യം UDF-നുണ്ട്. അതുകൊണ്ട് തന്നെ ഐക്യ ജനാധിപത്യ മുന്നണി കെട്ടുറപ്പോടെ ടീം UDF എന്ന നിലയിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ അസൂയാലുക്കളായ ആളുകൾ പലതരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തും, പലതരത്തിലുള്ള അസ്വസ്ഥതകൾ പ്രകടിപ്പിക്കും, അസഹിഷ്ണുത പ്രകടിപ്പിക്കും, തോൽവിയുടെ സങ്കടം അവർക്കുണ്ടാകും. ഇതെല്ലാം ജനങ്ങൾ കൊടുത്ത തിരിച്ചടിയാണ്. അത് കേരളത്തിൽ കഴിഞ്ഞ 10 വർഷമായി LDF നടത്തിയ ദുർഭരണത്തിനുള്ള മറുപടിയാണ്. അതുകൊണ്ട് ഇനി ഒരു വിധിയെഴുത്തും നമ്മൾ കാത്തിരിക്കുകയാണ്. ഈ ദുർഭരണം അവസാനിപ്പിക്കാൻ, LDF-നെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ. ഇപ്പൊ പറഞ്ഞല്ലോ, ഞങ്ങൾ എവിടെ നിൽക്കണോ അവിടെയാണ് ഭരണം, ജനങ്ങൾ എവിടെ നിൽക്കുന്നോ അവിടെയാണ് ഭരണം. ജനങ്ങൾ നിൽക്കുന്നിടത്താ ഭരണം. ജനങ്ങളെ കബളിപ്പിച്ച് ഭരണം പിടിച്ചവർക്ക് ജനങ്ങൾ മറുപടി കൊടുത്ത് വാഴിക്കാൻ അറിയാവുന്നവർക്ക് വീഴിക്കാൻ അറിയാം എന്ന് പറഞ്ഞത് ഏതാനും മാസങ്ങൾക്കുള്ളിൽ LDF-ന് ബോധ്യപ്പെടും. വാഴിച്ചവർ തന്നെ ഈ കേരള ജനതയാണ്. ആ വാഴിച്ചവർ ഇവരെ വീഴിക്കും. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF-നും കേരള കോൺഗ്രസ് M വിഭാഗത്തിനും നേരിട്ട തിരിച്ചടി ഒരു തുടക്കം മാത്രമാണ്. തോൽവിയിൽ നിന്നുള്ള അസഹിഷ്ണുതയാണ് ഇപ്പോൾ മാണി വിഭാഗം പ്രകടിപ്പിക്കുന്നതെന്നും മോൻസ് ജോസഫ് MLA പ്രതികരിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. UDF-ന് ഇപ്പോൾ എന്താണ് മനംമാറ്റമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. KM മാണി തെളിയിച്ച പാതയിലൂടെയാണ് തങ്ങൾ പോകുന്നതെന്നും റോഷി അഗസ്റ്റിൻ പറഞ്ഞു. കേരള കോൺഗ്രസും LDF-ന്റെ അവിഭാജ്യ ഘടകമാണെന്ന് അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ MLA-യും പറഞ്ഞു. കോട്ടയത്ത് കേരള കോൺഗ്രസ് സ്റ്റിയറിംഗ് കമ്മിറ്റിക്ക് എത്തിയതായിരുന്നു ഇരുവരും. സഹകരണ നിക്ഷേപ യജ്ഞത്തിന് സംസ്ഥാനത്ത് തുടക്കമായി. സംസ്ഥാനതല ഉദ്ഘാടനം പാമ്പാടിയിൽ നടന്നു. 400-ലധികം ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്ന നിലയിലേക്ക് കേരളത്തിലെ സഹകരണ മേഖല വളർന്നതായി സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ പറഞ്ഞു. തദ്ദേശ സ്ഥാപനങ്ങളും സഹകരണ സ്ഥാപനങ്ങളും യോജിച്ച് പ്രവർത്തിക്കുന്ന വികസന വീക്ഷണമാണ് സർക്കാരിനുള്ളതെന്ന് സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ പറഞ്ഞു. 46ാമത് സഹകരണ നിക്ഷേപ യജ്ഞത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം പാമ്പാടിയിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. നിക്ഷേപ സമാഹരണത്തിന് മുന്നോടിയായി സഹകരണ മേഖലയിലെ പലിശ നിരക്ക് പുതുക്കി നിശ്ചയിച്ചു. ഇപ്പോൾ പൊതുമേഖലാ ബാങ്കുകളേക്കാൾ ഉയർന്ന പലിശയാണ് സഹകരണ മേഖല നിക്ഷേപങ്ങൾക്ക് നൽകുന്നത്. 400-ലധികം ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്ന നിലയിലേക്ക് കേരളത്തിലെ സഹകരണ മേഖല വളർന്നതായും മന്ത്രി VN വാസവൻ ചൂണ്ടിക്കാട്ടി. പലിശ പുതുക്കി നിശ്ചയിക്കുമ്പോൾ നാഷണലൈസ്ഡ് ബാങ്കിലും കൊമേഴ്സ്യൽ ബാങ്കിലും ഏറ്റവും കൂടിയ പലിശ 7.2%.
നമ്മൾ ആ കാര്യത്തിൽ ഒരു ഭേദഗതി വരുത്തിക്കൊണ്ട് ഏറ്റവും കൂടുതൽ 8.10% മാറ്റിയിട്ടുണ്ട്. അത് സീനിയർ സിറ്റിസൺസ് വരുമ്പോൾ 8.60 ആയിരിക്കും അതിൻ്റെ പെർസെൻറ്റേജ്. പാമ്പാടി ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ സംസ്ഥാന സഹകരണ യൂണിയൻ ഡയറക്ടർ KM രാധാകൃഷ്ണൻ അധ്യക്ഷനായി. നിക്ഷേപ സമാഹരണത്തിന്റെ സോഷ്യൽ മീഡിയ വീഡിയോ ക്യാമ്പയിൻ സഹകരണ വകുപ്പ് രജിസ്ട്രാർ ഡോക്ടർ D സജിത് ബാബു ഉദ്ഘാടനം ചെയ്തു. കേരള ബാങ്ക് ഡയറക്ടർ അഡ്വക്കേറ്റ് ജോസ് ടോം പോസ്റ്റർ പ്രകാശനം ചെയ്തു. MG സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം അഡ്വക്കേറ്റ് റജി സഖറിയ, കാഞ്ഞിരപ്പള്ളി സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ അഡ്വക്കേറ്റ് സതീഷ് ചന്ദ്രൻ നായർ, മീനച്ചിൽ സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ ജോൺസൺ പുളിക്കൽ, ചങ്ങനാശ്ശേരി സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ ജെയിംസ് വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു. ജനുവരി 15 മുതൽ ഫെബ്രുവരി 25 വരെയാണ് സഹകരണ നിക്ഷേപ യജ്ഞം. കേരള ബാങ്കിലെ വ്യക്തിഗത നിക്ഷേപത്തിലൂടെ 1000 കോടി രൂപയും പ്രാഥമിക സഹകരണ സംഘങ്ങളിലൂടെ 8000 കോടി രൂപയും സമാഹരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ന്യൂസ് ബ്യൂറോ, പാമ്പാടി. മിഷൻ ലീഗ് പാലാ രൂപത ഡയറക്ടർ ഡോക്ടർ ജോർജ് വർഗീസ് ഞാറക്കുന്നേലിനെ കാർ ഇടിച്ചു വീഴ്ത്തിയതിൽ ദുരൂഹതയെന്ന് ചെറുപുഷ്പ മിഷൻ ലീഗ് രൂപതാ സമിതി. കുറ്റവാളികളെ എത്രയും വേഗം അറസ്റ്റ് ചെയ്യണമെന്ന് പരക്കെ ആവശ്യമുയരുന്നു. മിഷൻ ലീഗ് പാലാ രൂപത ഡയറക്ടർ ഡോക്ടർ ജോർജ് വർഗീസ് ഞാറക്കുന്നേലിനെ ബിഷപ്പ് ഹൗസിന് സമീപം റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ഇടിച്ചു വീഴ്ത്തിയ ശേഷം കാർ നിർത്താതെ പോയ സംഭവത്തിലെ പ്രതികളെ എത്രയും പെട്ടെന്ന് കണ്ടെത്തി മാതൃകാപരമായി ശിക്ഷിക്കണമെന്ന് ചെറുപുഷ്പം മിഷൻ ലീഗ് രൂപത സമിതിയും കത്തോലിക്ക കോൺഗ്രസ് പാലാ സമിതിയും ആവശ്യപ്പെട്ടു. ഇവർ നൽകിയ പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകുന്നേരത്തിലായിരുന്നു അപകടം നടന്നത്. വേഗത കൂട്ടിവന്ന് ഇടിച്ച കാർ സംഭവത്തിന് ശേഷം നിർത്താതെ പോയതിൽ ദുരൂഹത സംശയിക്കുന്നുവെന്ന് സംഘടനാ നേതാക്കൾ പറയുന്നു. വൈദികൻ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന ചീഫ് കോർഡിനേറ്റർ സജി മഞ്ഞക്കടമ്പിലും അന്വേഷണം ആവശ്യപ്പെട്ടു. കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യാത്തതിൽ ശക്തമായി പ്രതിഷേധിക്കുന്നതായി പാലാ നഗരസഭാ അധ്യക്ഷ ദിയ ബിനു പുളിക്കക്കണ്ടവും പറഞ്ഞു. സംഭവത്തിൽ നഗരസഭ അടിയന്തര കൗൺസിൽ ചേർന്ന് അപലപിച്ചു. SP ഉൾപ്പെടെ അധികാരികൾക്ക് ഇത് സംബന്ധിച്ച് അടിയന്തര നടപടി ആവശ്യപ്പെട്ട് കത്ത് നൽകാൻ നഗരസഭ തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ, പാലാ. വിവിധ ആവശ്യങ്ങളുമായി ജീവനക്കാരും അധ്യാപകരും കോട്ടയത്ത് ഏകദിന അനുഭാവ സത്യാഗ്രഹം നടത്തി. 12ാം ശമ്പള പരിഷ്കരണം ഉടൻ നടപ്പാക്കുക, ക്ഷാമബത്ത കുടിശ്ശിക അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ സമരക്കാർ ഉന്നയിച്ചു. വിവിധ ആവശ്യങ്ങളുമായി സംസ്ഥാന ജീവനക്കാരുടെയും അധ്യാപകരുടെയും സമര ഐക്യ പ്രസ്ഥാനമായ ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ കളക്ടറേറ്റിന് മുന്നിൽ ഏകദിന അനുഭാവ സത്യാഗ്രഹം സംഘടിപ്പിച്ചു. 12ാം ശമ്പള പരിഷ്കരണം ഉടൻ നടപ്പാക്കുക, ക്ഷാമബത്ത കുടിശ്ശിക അനുവദിക്കുക, അനുവദിച്ച ക്ഷാമബത്തയ്ക്ക് മുൻകാല പ്രാബല്യം നൽകുക, PFRDA നിയമം പിൻവലിക്കുക, പഴയ പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കുക, കേരളത്തെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നടപടികൾ അവസാനിപ്പിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉന്നയിച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആരംഭിച്ച രാപ്പകൽ സത്യാഗ്രഹത്തിന് ഐക്യദാർഢ്യവുമായാണ് ഏകദിന സത്യാഗ്രഹം കോട്ടയത്ത് നടന്നത്. കോട്ടയത്ത് കളക്ടറേറ്റിന് മുന്നിൽ നടത്തിയ പ്രകടനവും സത്യാഗ്രഹ സമരവും കേരള NGO യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് MA അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. ക്ഷാമത്തെ കണക്കാക്കണം എന്ന സമീപനമാണ് നമുക്കുള്ളത് എന്ന് വിശദീകരിക്കാനാണ് ഞാൻ ഈ പോയിന്റ്. ഇന്നത്തെ പത്രത്തിലെ വാർത്ത വന്നതുകൊണ്ട് നമ്മുടെ നിലപാട് ഇക്കാര്യത്തിൽ ബോധ്യപ്പെടേണ്ടതുണ്ട്. എങ്ങനെയാണ് കേരളത്തിൽ ഇക്കാര്യത്തിൽ നിലവിൽ നിലപാട് സ്വീകരിച്ചതെന്നും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതേ DA പെൻഷൻ റിട്ടയർ ചെയ്യുമ്പോൾ ലഭിക്കുന്ന ഗ്രാറ്റുവിറ്റി ലഭിക്കുമ്പോൾ 997 വരെ. KSTA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം KV അനീഷ് ലാൽ, MGUEA ജനറൽ സെക്രട്ടറി സുരേഷ് MS, കോൺഫെഡറേഷൻ ഓഫ് സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ് ആൻഡ് വർക്കേഴ്സ് സംസ്ഥാന സമിതി അംഗം AB ലാൽകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ നേരിയ ഇടിവ്. 22 കാരറ്റ് സ്വർണത്തിന് ഗ്രാമിന് 20 രൂപ കുറഞ്ഞ് 13,145 രൂപയായി. പവന് 1,05,160 രൂപ. 1,05,320 രൂപയായിരുന്നു ഇന്നലത്തെ വില. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് 45 വർഷവും 1 മാസവും കഠിന തടവും 1,57,500 രൂപ പിഴയും ഈരാറ്റുപേട്ട ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജി റോഷൻ തോമസ് വിധിച്ചു. പ്രതി രാഹുൽ ഷാജിയാണ് ശിക്ഷിച്ചത്. 2022 2023 കേസിനാസ്പദമായ സംഭവം നടന്നത്. പാല SHO ആയിരുന്ന KP തോംസണാണ് അന്വേഷണം നടത്തിയത്. പ്രോസിക്യൂഷന് വേണ്ടി അഡ്വക്കേറ്റ് ജോസ് മാത്യു തയ്യിൽ ഹാജരായി. പൊൻകുന്നത്തെ ആദ്യകാല വ്യാപാരിയും മർച്ചന്റ്സ് അസോസിയേഷൻ മെമ്പറുമായ ജോർജ് നിര്യാതനായി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസിന്റെ ഡിമാൻഡ് 13 സീറ്റുകളെങ്കിലും ലഭിക്കണമെന്ന് ജോസ് കെ മാണി. UDF പ്രവേശം തുറക്കാത്ത അധ്യായമെന്നും ചെയർമാൻ. KM മാണി തെളിയിച്ച പാതയിലൂടെയാണ് തങ്ങൾ പോകുന്നതെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. കേരള കോൺഗ്രസ് ഇടതുമുന്നണിയുടെ അവിഭാജ്യ ഘടകമെന്ന് അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ MLA.
സഹകരണ നിക്ഷേപ യജ്ഞത്തിന് തുടക്കം. 400-ലധികം ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്ന നിലയിലേക്ക് കേരളത്തിലെ സഹകരണ മേഖല വളർന്നെന്ന് മന്ത്രി VN വാസവൻ. UDF ഐക്യത്തോടെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്ന് മോൻസ് ജോസഫ് MLA. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കേരള കോൺഗ്രസിന്റെ തോൽവി തുടക്കം മാത്രം. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.